ഹായ് ചക്കരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കണം. നമ്മളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മളിന്ന് കാണിക്കുന്നത് തിരുവോണ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇടാൻ കുറച്ച് വൈകിയിട്ടുണ്ട്, കുറച്ച് തിരക്കായി പോയി, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ തിരുവോണ ദിവസത്തെ നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ പറഞ്ഞാൽ അതൊക്കെയാണ് കേട്ടോ ഒന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ പതിവ് പോലെ നേരത്തെ തന്നെ എണീറ്റു വിളക്ക് വെക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അക്ഷയ രാവിലെ എണീച്ച് പൂവെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. പൂവിടണം കേട്ടോ. അപ്പോൾ രാവിലെയാണ് പൂവൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ കൂടെ നിൽക്കുക നമുക്ക് കുക്കിംഗ് പരിപാടിയൊക്കെ ഉള്ള കാരണം കൂടെ നിൽക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ പിന്നെ ആൾ തന്നെ ചെയ്തോളും. അങ്ങനെ അക്ഷയ അവിടെ പൂവെല്ലാം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ പിന്നെ വന്നിട്ട് നമ്മുടെ പൂച്ചക്കുട്ടികൾക്കൊക്കെ പാല് കൊടുത്തു. പിന്നെ അതിന് ശേഷം നമുക്ക് ചായയൊക്കെ ഒന്ന് വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിനിടയിൽ ഏട്ടൻ പാല് വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരുവോണമാകുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് പെട്ടെന്ന് തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ അതിന് ശേഷം ഞാൻ വേഗം തന്നെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ സാമ്പാറൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടാണ്. അത് രാവിലെ തന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കഴിക്കുമ്പോഴേക്കും നല്ല പാകമായിട്ടിരിക്കും. അതുപോലെ പായസം, അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസ് തന്നെ നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഉത്രാടത്തിന് ചെയ്ത പോലെ തലേ ദിവസം പച്ചക്കറി മുറിച്ച് വെക്കുക, അതുപോലെ കുറച്ച് ഐറ്റംസ് വെച്ച് വെക്കുക ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇനി നമ്മൾ ആദ്യം വേണം ഇതെല്ലാം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ കുറച്ച് തൊടുകറി പോലെയല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് തലേ ദിവസം മുറിച്ച് വെച്ചിട്ടും കാര്യമില്ല. അത് അപ്പം മുറിച്ച് ചെയ്യുന്നതാണ് നല്ലത്. അത് നമ്മൾ തലേ ദിവസം വെച്ച് കഴിഞ്ഞാൽ അത് കേടുവരികയും ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തിരുവോണ ദിവസത്തിന് നമ്മൾ രാവിലെ തന്നെയാണ് കേട്ടോ എല്ലാ കുക്കിങ്ങും ചെയ്യുന്നത്. അങ്ങനെ ഞാൻ സാമ്പാറൊക്കെ ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം വന്ന് നോക്കുമ്പോൾ നമ്മുടെ അക്ഷയ പൂവെല്ലാം റെഡിയാക്കിയിട്ട് പൂവെല്ലാം ഇട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അക്ഷയ ഇടുമ്പോൾ അക്ഷയയ്ക്ക് കൂട്ടായിട്ട് നമ്മുടെ പൈക്കോയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ അത് ശരിയാകില്ല. നമുക്കിവിടെ അടുക്കളയിൽ ഒരുപാട് ജോലിയുള്ള കാരണം അക്ഷയ തന്നെയാണ് കേട്ടോ ഇടുന്നത്. പിന്നെ ഞാൻ വന്നതിന് ശേഷം പിന്നെ നമ്മൾ സാമ്പാറൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതുപോലെ ഈ അടുപ്പിൽ നമ്മുടെ പായസത്തിന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടും ഒരേ സമയം തന്നെയാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പായസം സാമ്പാറും ആയിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് പകുതി ജോലി നമുക്ക് റെഡിയായി കിട്ടും. അങ്ങനെ അത് രണ്ടും ഒരേ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് രാവിലേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണം. അതുപോലെ തന്നെ ബാക്കി കുറേ കറികളൊക്കെ നമുക്ക് വെക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം അതൊക്കെ ഓരോന്നോരോന്നായിട്ട് വെച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ സാമ്പാർ റെഡിയായി. അത് കടുക് വറുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പായസം നന്നായി വേവിച്ചെടുത്ത് പിന്നെ തേങ്ങാപ്പാലൊക്കെ രാവിലെ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. തേങ്ങാപ്പാലൊക്കെ എടുത്ത് അതെല്ലാം ഒഴിച്ചു കൊടുത്ത് അതുമൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തു. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ സാമ്പാറും അതുപോലെ തന്നെ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഉപ്മാവാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് നമ്മുടെ ഗോതമ്പ് ഉപ്മാവ് കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വളരെ സിമ്പിളുമാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നമ്മൾ ഈ ചീനിച്ചട്ടിയിൽ കടുക് വറുത്ത് നമ്മുടെ ഗോതമ്പ് ഉപ്മാവ് ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ കുക്കറിൽ നല്ല ടേസ്റ്റും ആയിരിക്കും. നല്ല എളുപ്പത്തിൽ നമുക്ക് തിരക്കുള്ള സമയത്തൊക്കെ വേഗം ഒരു 2-3 വിസിലടിച്ചാൽ തന്നെ നമ്മുടെ ഉപ്പേരിയല്ല നമ്മുടെ ഉപ്മാവ് റെഡി ആയി കിട്ടും കേട്ടോ. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ പൂക്കളമൊക്കെ ഫുള്ളായി തന്നെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അക്ഷയ തന്നെയാണ് നമ്മുടെ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് സമയം എടുത്തു, എന്നാലും ആൾ തന്നെ അതെല്ലാം ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ലാണ്ട് ഒരു കുഞ്ഞു പൂക്കളം നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ തിരുവോണത്തിൻ്റെ പൂക്കളം. അപ്പോൾ എല്ലാവരും നല്ലപോലെ തന്നെ ഉത്രാടവും തിരുവോണവും അവിട്ടും ഒക്കെ ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ വന്ന് ഭക്ഷണം കഴിക്കുകയാണ്. പിന്നെ അതിന് ശേഷം നമുക്ക് തുടയ്ക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ചെയ്തു. പിന്നെ കുറേ ചെറിയ കറികളൊക്കെ വെക്കാനുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വേഗം തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും നമുക്ക് കാണിക്കുന്നില്ല. എന്താ പറയുക, അതൊന്നും കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമയമില്ല, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഒരു 10-11 ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ കുക്കിംഗ് പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇന്നലെ അടപ്പായസം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് കുറച്ചുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് നമ്മുടെ ടേബിളിലേക്ക് മാറ്റി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടുന്ന് എല്ലാ ആയ കറികളെല്ലാം നമ്മുടെ ടേബിളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് നമുക്ക് വിളമ്പാൻ എളുപ്പമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം മാറ്റി ഇലയെല്ലാം മുറിച്ച് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആയതെല്ലാം ഈ ഭാഗത്തേക്ക് മാറ്റി അടച്ച് വെക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എന്താ പറയുക, നമ്മുടെ മാങ്ങയച്ചാറ്, അതുപോലെ തന്നെ
ഇഞ്ചിപ്പുളി, പിന്നെ നമ്മൾ എന്താ പറയുക മുട്ടക്കൂസും ക്യാരറ്റും ബീൻസും കൂടിയിട്ടുള്ള നമ്മുടെ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ മത്തനല്ല കേട്ടോ, വെള്ളപ്പയറും കുമ്പളങ്ങയും കൂടിയിട്ടുള്ള ഓലൻ, പിന്നെ നമ്മുടെ കാളൻ, ബീട്രൂട്ട് പച്ചടി, പിന്നെ പഴം നമ്മൾ വെള്ളമൊക്കെ ഇട്ട് വേവിച്ചെടുത്താണ് കേട്ടോ. ഇന്ന് തേങ്ങയൊന്നും ചേർത്തിട്ടില്ല. പിന്നെ മസാല കറി വെച്ചിട്ടുണ്ട്, നമ്മുടെ എന്താ പറയുക സോയാബീനൊക്കെ ചേർത്തുള്ള മസാല കറി, അവിയൽ, പിന്നെ ചക്കരോട്ട് ഉപ്പേരി, ചിപ്സ്, പിന്നെ ഇന്നലത്തെ രസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊന്നും ഇന്നേക്ക് കേട് വരില്ലല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് രസം ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നുണ്ട്, പിന്നെ ഇപ്പോൾ ആദ്യം വെക്കേണ്ടല്ലോ കൊണ്ട് വെച്ചില്ല കേട്ടോ. പിന്നെ നമ്മളിന്ന് വെച്ചിരിക്കുന്നത് ഗോതമ്പ് പായസമാണ് കേട്ടോ. നമ്മുടെ അണ്ടിപ്പരിപ്പൊക്കെ നല്ലപോലെ നെയ്യിലൊക്കെ വറുത്തിട്ടിട്ട് ചെയ്തതാണ്. പിന്നെ നമ്മുടെ അടപ്പായസം ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊരു ദിവസം വെച്ചാൽ തന്നെ 2 ദിവസം നമുക്ക് നല്ലപോലെ കഴിക്കാനുണ്ടാവും കേട്ടോ. പിന്നെ നമ്മുടെ പപ്പടം, പിന്നെ സാമ്പാർ കേട്ടോ, നമ്മുടെ പാലക്കാടൻ സാമ്പാർ തന്നെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. പിന്നെ ചോറ്, വെള്ളം എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 12 മണിയാകുമ്പോഴേക്കും തന്നെ നമ്മുടെ കുക്കിംഗ് പരിപാടി എല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാം നമ്മൾ രാവിലെ തന്നെയാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കുറേശ്ശെ തന്നെ വെച്ചിട്ടുള്ളൂ. എല്ലാ കറികളും കൂടെ ആകുമ്പോൾ നമ്മൾ അധികം കഴിക്കില്ലല്ലോ. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ കൂട്ടുകറി വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ മസാല കറി മതി പറഞ്ഞപ്പോൾ ശരി പറഞ്ഞ് പിന്നെ കൂട്ടുകറി വെച്ചില്ല, മസാല കറിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എല്ലാം റെഡിയായതിന് ശേഷം നമ്മുടെ അക്ഷയും അശ്വിനും കൂടെ എല്ലാം നമ്മുടെ ഉമ്മർത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ ഇലയിട്ട് വിളക്കിനെല്ലാം വിളമ്പി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മളെപ്പോഴും ഭക്ഷണം കഴിക്കാറുള്ളത്. എന്ത് വിശേഷം ഉണ്ടെങ്കിലും നമ്മൾ ഇതുപോലെ വിളക്കിന് ഇലയിട്ട് വിളമ്പി കൊടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് കേട്ടോ പിന്നെ നമുക്ക് വിളമ്പി കഴിക്കാറുള്ളത്. പിന്നെ നമ്മൾ ഉത്രാടത്തിന് പുത്തിരിയെല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ തിരുവോണത്തിന് നമ്മൾ പിന്നെ വേഗം തന്നെ എല്ലാം റെഡിയാക്കി ഇലയെല്ലാം ഇട്ട് എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ തിരുവോണം ഉത്രാടും നല്ല ഇതിൽ തന്നെ നമുക്ക് കഴിഞ്ഞു കേട്ടോ. ഒരുപാട് ടെൻഷനോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല സ്മൂത്തായി തന്നെ നമ്മുടെ എല്ലാ ആഘോഷവും കഴിഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് ഇപ്രാവശ്യം കുക്കിങ്ങൊക്കെ വളരെ സിമ്പിളായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അടുക്കളയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കറക്റ്റായി കിട്ടുമ്പോഴാണല്ലോ നമ്മുടെ കുക്കിംഗ് പരിപാടിയൊക്കെ കറക്റ്റായിട്ട് ആവാറുള്ളത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ 2 അടുപ്പിൽ അത് ഒരു അടുപ്പ് കത്തൊന്നും ഉണ്ടായിരുന്നില്ല. ആ അടുപ്പിലായിരുന്നു നമ്മൾ ഇത്ര നാളും കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുക്കിംഗ് പരിപാടിയൊക്കെ ആകുക പറയുമ്പോൾ ഒരുപാട് ലേറ്റ് ആകുമായിരുന്നു കേട്ടോ. ഇപ്പോൾ പറയുമ്പോൾ 3 അടുപ്പുള്ളത് കാരണം തന്നെ 3 അടുപ്പിൽ ഓരോരോ കാര്യങ്ങൾ വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ കുക്കിങ്ങൊക്കെ ആകും കേട്ടോ. അതുകൊണ്ട് വളരെ നേരത്തെ തന്നെ സമാധാനത്തിലും കൂടെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകും കേട്ടോ. അങ്ങനെ നെന്ത് വിളമ്പുന്നതൊരു കഷ്ടമായത് കൊണ്ട് തന്നെ ഞാൻ ഇരുന്ന് എല്ലാ കറികളും വിളമ്പിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ തിരുവോണ സദ്യ നമ്മളെല്ലാം ഇലയിൽ വിളമ്പിയിട്ടുണ്ട്. നാക്കലിയിലാണ് കേട്ടോ നമ്മൾ തിരുവോണത്തിന് സദ്യ ഉണ്ണേണ്ടതെന്ന് പറയും. അപ്പോൾ നമ്മൾ 4 നാക്കലിയും മുറിച്ച് അതിലാണ് എല്ലാവരും കൂടെ സദ്യ ഉണ്ണുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ വർഷത്തെ നമ്മുടെ തിരുവോണം നല്ല സന്തോഷമായിട്ട് തന്നെ കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ തിരുവോണത്തിന് വെച്ചിട്ടുള്ള ഐറ്റംസും അതുപോലെ നമ്മുടെ തിരുവോണ വിശേഷങ്ങളും കേട്ടോ. അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ അശ്വിൻ്റെ ഓണക്കോടി ഷർട്ട്. അവൻ ഉത്രാടത്തിന് വേറെ ഇട്ടിട്ടുണ്ടായിരുന്നു, തിരുവോണത്തിന് അവനൊരു ഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, അതാണ് കേട്ടോ അവൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ നമ്മൾ ചോറെല്ലാം ഉണ്ടായതിന് ശേഷം നമ്മുടെ അടപ്പായസവും അതുപോലെ നമ്മുടെ ചെറുപയറല്ല ഗോതമ്പ് പായസവും കൂടി നല്ലൊരു സദ്യ തന്നെ കഴിച്ചു. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.